ഇന്ന് ഞാൻ പച്ചമുന്തിരിയും ഡ്രാഗൺ ഫ്രൂട്ടും വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും പിന്നെ ലൈക്ക് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. അത് കഴുകിയൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് കൂടുതലൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിന് നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. ആ ഒരു അളവിൽ മാത്രമാണ് നമ്മൾ മുന്തിരി എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്ത് വൈറ്റ് കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ചില ഡ്രാഗൺ ഫ്രൂട്ട് ഉൾഭാഗത്ത് ഒരു പിങ്ക് കളർ ഉണ്ടാവില്ലേ, ഈ ഒരു തൊലിയുടെ അതേ കളറിൽ തന്നെ ഉൾഭാഗത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിക്കോളും. ഇത് നമുക്കിനി 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇതുപോലെ പച്ചയായിട്ട് തന്നെ കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല കേട്ടോ. ഇവിടെ കുട്ടികൾക്കാണെങ്കിലും അത്ര ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കാറില്ല. കുറച്ച് മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അവർ കഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ജ്യൂസ് ആക്കിയിട്ട് കാണിക്കുന്നത്. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് മുന്തിരിയും അതുപോലെ തന്നെ ഫ്രൂട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച പാല് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. പാല് ഒരുപാട് കൂടുതൽ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത്. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണമല്ലോ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാലിൽ നിന്ന് ഒരു 3/4 ഗ്ലാസ് പാൽ മാത്രമാണ് ആ സമയത്ത് ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. ബാക്കി പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ജ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേക്ക് തയ്യാറാക്കാം കേട്ടോ. ഷേക്ക് ആണെന്നുണ്ടെങ്കിൽ കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ നല്ലപോലെ നിങ്ങൾ അടിച്ചെടുത്താലും മതിയാവും. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിച്ച് ആയിട്ട് നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. ഞാനിതിലേക്ക് ഐസ്ക്രീമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മുകൾ ഭാഗത്ത് കുറച്ച് പാൽപ്പൊടി മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്ലാസ് ഈ ഒരു ജ്യൂസ് എനിക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്